മമത വിനാശകരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമുക്കൊരു മഹാഗ്രന്ഥമുണ്ട്. മഴ പെയ്യുന്നത് കേട്ടാൽ നമ്മൾ ഓർക്കുന്ന ഒരു ഗ്രന്ഥം. മഴ പെയ്യുമ്പോൾ മാത്രമേ നമ്മളെ പുസ്തകത്തെക്കുറിച്ച് ഓർക്കുകയുള്ളൂ. നല്ല വെയിലുള്ളപ്പം ആ പുസ്തകത്തെക്കുറിച്ച് ആരും ഓർക്കുകയില്ല. കാരണം അത് പഞ്ഞമാസത്തിൽ വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്, പഞ്ഞമാസത്തിൽ മാത്രം വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് എന്ന ധാരണയിലാണ് നാം ഇന്നത് വായിക്കുന്നത്. രാമായണം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. കർക്കിടക മാസം 1 പുറത്തെടുക്കും, നല്ല മഴ പെയ്യുന്ന സമയത്ത്. കർക്കിടകം 31 അത് അട്ടത് കയറ്റുകയും ചെയ്യും തിരിച്ച്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇത് വായിച്ചു തീർന്നില്ലെങ്കിൽ ആരോ നമുക്കിട്ട് എന്തോ ചെയ്യുമെന്നുള്ള ധാരണയിൽ ആണ് ഈ പുസ്തകം നമ്മൾ എല്ലാ വർഷവും വായിക്കുന്നത്. തുടങ്ങുമ്പോൾ പാസഞ്ചർ ട്രെയിൻ പോലെയും മാസ മധ്യത്തിലെത്തുമ്പോൾ കേരള എക്സ്പ്രസ് പോലെയും മാസാവസാനം എടുക്കാറാകുമ്പോഴേക്കും രാജധാനി പോലെയുമാണ് നമ്മുടെ വായന പോവുക. അതിലെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല നമ്മൾ വായിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി വായിക്കണമെന്നില്ലാത്രേ. അത് മനസ്സിലാക്കാതെ വായിച്ചാലും ഫലം കിട്ടുമെന്നുള്ളത് കൊണ്ട്, ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും വായിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് തീർക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യമായി തീർന്നത്. ആ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാൾ നേമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് പിൽക്കാലത്ത് നമുക്ക് സുപരിചിതനായ ദശരഥൻ. നേമി ചക്രവർത്തി ഒന്ന് കല്യാണം കഴിച്ചു. കൗസല്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ പേര്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുവാൻ വേണ്ടിയിട്ടും ആദ്യ ഭാര്യയിൽ മക്കളുണ്ടാകാത്തത് കൊണ്ട് രാജ്യസംരക്ഷണാർത്ഥം മക്കളുണ്ടാകാൻ വേണ്ടിയും അദ്ദേഹം കേകയ രാജ്യത്തിലെ രാജാവിൻ്റെ പുത്രി കൈകേയിയെ വിവാഹം കഴിച്ചു. പുതിയതിനോട് നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ കൂടും. നമുക്ക് ഒരു പുതിയ പേന കിട്ടി എന്ന് വിചാരിക്കുക. പുതിയ പേന കിട്ടിയാൽ അതിനെ അത്യന്തം ശ്രദ്ധിച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുക. ആ പേന നമുക്ക് വലിയ ശ്രദ്ധയായിരിക്കും ആ പേനയോട്. എവിടെ പോയാലും ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ആ പേന നമ്മുടെ പോക്കറ്റിൽ നമ്മൾ വെക്കും. അമ്പലത്തിൽ പോകുമ്പോഴും വെക്കും ഈ പേന. അമ്പലത്തിൽ ഷർട്ട് ഊരാനുള്ള സ്ഥലമാണ്. അവിടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ പേനയും കൊണ്ട് എന്തിനാ പോകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും വെറുതെ ഇരുന്നോട്ടെ, സ്ഥലമുണ്ടല്ലോ. സത്യമാണത്. ഇതിപ്പോൾ ഒരു പേന ഇവിടെ വെച്ചു എന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കൊണ്ട് നടക്കും. പഴയ പേന നടുവേ പുളർന്നാൽ സെല്ലോ ടേപ്പ് ചുറ്റി അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കും. എത്രയോ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളിൽ ഒപ്പിടാൻ സഹായിച്ചതായിരിക്കും ആ പഴയ പേന. പക്ഷേ അതിനോട് നമുക്ക് അശ്രദ്ധയാണ്. പുതിയ പേന നമുക്ക് ഒരു വലിയ ശ്രദ്ധയാണ്. അതേപോലെയാണ് പുതിയ ഭാര്യയും. പുതിയ ഭാര്യയോടും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശ്രദ്ധയാണ്. കല്യാണം കഴിച്ചവർ നവദമ്പതിമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ചക്കയും വിളഞ്ഞിയും പോലെയാണ്. ഒട്ടി ഒട്ടി ഒട്ടിയേ നടക്കൂ. കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഒട്ടൽ അങ്ങോട്ട് തീരും. അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞ ദിവസം മുതലുള്ള നാളുകൾ കൂടുന്തോറും ഇവർ തമ്മിലുള്ള അകലവും പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ the walking distance between the husband and the wife is directly proportional to the number of married years. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ദൂരം അളന്നാൽ അവർ ഏകദേശം എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നുകിൽ ഭാര്യ മുമ്പിൽ അല്ലെങ്കിൽ ഭർത്താവ് മുമ്പിൽ ഒരുമിച്ച് നടക്കുന്ന പരിപാടി പഴയ ഭാര്യാഭർത്താക്കന്മാർക്കില്ല. പുതിയ ഭാര്യാഭർത്താക്കന്മാർക്കേ അതുള്ളൂ. നവദമ്പതികൾക്ക് മാത്രമേ ഉള്ളൂ. നവദമ്പതി എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ നവമല്ലാത്ത ദമ്പതികളുമുണ്ട് എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ ഭാര്യയോട് പുതിയ പേനയോടുള്ളതുപോലെ തന്നെയാണ് വലിയ ശ്രദ്ധയാണ്. ആ പുതിയ ഭാര്യയെ ചുറ്റിപ്പറ്റിയായിരിക്കും കുറേ കാലത്തേക്ക് ജീവിതം. നേമി ചക്രവർത്തിയും അതിൽ നിന്ന് വിഭിന്നനായിരുന്നില്ല. തൻ്റെ പുതിയ ഭാര്യയെ ചുറ്റിപ്പറ്റി ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് സ്വർഗരാജ്യത്തിൽ നിന്ന്, സ്വർഗ്ലോകത്തിൽ നിന്നൊരു ഫാക്സും. അവിടെ സ്വർഗരാജ്യം, സ്വർഗലോകം ടെററിസ്റ്റുകളുടെ ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. അല്ലയോ രാജാവേ, ഞങ്ങളുടെ സഹായത്തിന് വേണ്ടി അങ്ങിവിടെ അടിയന്തിരമായി എത്തണം. ഇതായിരുന്നു ആ സന്ദേശം. ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു നൂതന പ്രതിഭാസമല്ല. സ്വച്ഛന്തമായ ജീവിതത്തിന് ഘോരമായ രീതിയിൽ വിഘാതം സൃഷ്ടിക്കുന്നവരെല്ലാം ടെററിസ്റ്റുകളാണ്. അവർ എന്നും ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഇംഗ്ലീഷിലൊന്നുമല്ല നമ്മുടെ മഹർഷീശ്വരന്മാർ സംസാരിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ടെററിസ്റ്റുകളെ വിളിച്ചിരുന്ന പേരാണ് രാക്ഷസന്മാർ, അസുരന്മാർ എന്നൊക്കെ.
അങ്ങനെ സ്വർലോകം ടെററിസ്റ്റുകളുടെ, അസുരന്മാരുടെ, രാക്ഷസന്മാരുടെ പിടിയിൽ അമർന്നു. ഡ്യൂട്ടി ബൗണ്ടാണ് നമ്മുടെ നേമി ചക്രവർത്തി. സഹായത്തിന് വിളിച്ചാൽ പോകണം. അദ്ദേഹം തീരുമാനിച്ചു, പടച്ചട്ടയ്ക്ക് അണിഞ്ഞു. അല്ലാണ്ട് നമ്മളെപ്പോലെ ഇങ്ങനൊരു ഫാക്സ് വന്നാൽ, ഇങ്ങനൊരു സന്ദേശം വന്നാൽ ഞാൻ വിവാഹിതനാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല, തൽക്കാലത്തേക്ക് വേറെ ആരെയെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞ് ഒരു കുറിപ്പടി തിരിച്ചയക്കുന്ന പതിവൊന്നും അന്നുണ്ടായിരുന്നില്ല. കാരണം താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴായാലും ചെയ്തേ മതിയാവുകയുള്ളൂ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയില്ല. അദ്ദേഹം പടച്ചട്ടയ്ക്ക് അണിഞ്ഞ് തേരിൽ കയറി ഇരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ തേരിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. പുതിയ ഭാര്യയും കൂടി ഇരുത്തി. എന്തിനാ ഈ യുദ്ധത്തിന് പോകുമ്പോൾ പുതിയ ഭാര്യയും കൊണ്ട് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം പേന ആവശ്യമില്ലാതിരുന്നിട്ടും അമ്പലത്തിൽ കൊണ്ടുപോയതുപോലെ അത് പുതിയതിനോടൊരു പ്രത്യേക താല്പര്യം. ഭാര്യയെ എടുത്ത് തേരിലിരുത്തി അങ്ങനെ സ്വർഗത്തിൽ ചെന്നു. സ്വർലോകത്തിൽ ചെന്ന് അസാമാന്യമായിട്ടുള്ള യുദ്ധപാടവമാണ് നേമി ചക്രവർത്തിയുടേത്. അദ്ദേഹത്തിൻ്റെ യുദ്ധവേഗത പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് തുല്യമാണ്. കാരണം അദ്ദേഹം ഒരേ സമയത്ത് 10 ദിക്കുകളിലും നിന്ന് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് കൈകേയിക്ക് തോന്നിയത്. അസുരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ അങ്ങനെയാണ് തോന്നിയത്. ഒന്ന് എല്ലായിടത്തും ഒരേ സമയത്തുണ്ടാകുന്നത് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ അത് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രകാശത്തിൻ്റെ വേഗതയുടെ സാധ്യതകളെക്കുറിച്ച്, പ്രകാശവേഗതയെക്കുറിച്ച് നമ്മുടെ മഹർഷീശ്വരന്മാർക്കറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഈ കഥാഭാഗം. നമ്മുടെ മഹർഷീശ്വരന്മാർക്കതറിയാമായിരുന്നു. പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാലാണ് ഒന്ന് പലയിടത്തുമുള്ളതുപോലെ തോന്നുക. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ഓർബിറ്റ് കോൺസെപ്റ്റ്, നമ്മുടെ ആറ്റത്തിനകത്ത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ആറ്റോമിക് സ്ട്രക്ചർ പഠിക്കുമ്പം ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ സൗരയൂഥം പോലെയാണ്. നടുക്ക് സൂര്യനുള്ളതുപോലെ ആറ്റത്തിൻ്റെ നടുക്ക് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാവുക. അതിൻ്റെ പുറത്ത് ഒരു നിശ്ചിത ദൂരത്തിൽ ഒരു നിശ്ചിത പന്ഥാവിലൂടെ ഇലക്ട്രോൺസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഇലക്ട്രോൺസിൻ്റെ സഞ്ചാര പന്ഥാവാണ് ഓർബിറ്റ്. ശാസ്ത്രം പുരോഗമിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് തിരുത്തി. പ്രകാശത്തിൻ്റെ വേഗതയിലായിരിക്കും സബറ്റോമിക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് ഉള്ളതുപോലെയല്ല തോന്നുക, അതെല്ലായിടത്തും ഉള്ളതുപോലെ തോന്നും. അപ്പോൾ ഓർബിറ്റ് കോൺസെപ്റ്റ് ഓർബിറ്റൽ കോൺസെപ്റ്റിന് വഴിമാറി. ഇപ്പോൾ ഓർബിറ്റിനെ പറ്റി ആരും പറയില്ല. ഇപ്പം ഓർബിറ്റൽ കോൺസെപ്റ്റാണ്. ഒരു ആറ്റം, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന്, ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റുപാടുകളിലും കണ്ടെത്താൻ, ആ ഇലക്ട്രോണെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലമാണ് ഓർബിറ്റ്. അതെല്ലായിടത്തും ഒന്നെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് പോലെ തോന്നും. പ്രകാശത്തിൻ്റെ വേഗതയിൽ ഒന്ന് സഞ്ചരിച്ചാൽ അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ നേമി ചക്രവർത്തി ഒരേ സമയത്ത് 10 ദിക്കുകളിലും ഉള്ളതുപോലെ തോന്നി. ഇത് കണ്ടപ്പം പുതിയ ഭാര്യയ്ക്ക്, പുതിയ ഭർത്താവിൻ്റെ വിശേഷങ്ങളെല്ലാം ഗംഗേമമാണ്. ചെറിയ കാര്യമായാലും മതി. പുതിയ ഭർത്താവാണെങ്കിൽ വലുതായിട്ട് പെരുപ്പിച്ച് പറയും. കുറച്ചു കാലം കഴിഞ്ഞാൽ അതേ കാര്യം ചെയ്താൽ ഭാര്യ പറയുകയും ചെയ്യും, മനുഷ്യ ഞാനിതെത്ര കണ്ടതാ, അന്നൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി, പിന്നെയല്ലേ മനസ്സിലായത് ഇത് ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ പുതിയ ഭർത്താവിൻ്റെ കാര്യങ്ങളും ഭാര്യയ്ക്ക് അതേപോലെ തന്നെ ഇതൊക്കെ കൂടെ കണ്ട് വാസ്തവവുമാണ്, ആരായാലും വാതുറന്നിരുന്നു പോകും. നേമി ചക്രവർത്തിയുടെ യുദ്ധപാടവം കണ്ട് കൈകേയി വാതുറന്നിരുന്നിട്ടുണ്ടാകണം ആ രഥത്തിൽ. അപ്പോഴാണ് ദേവി മറ്റൊരു കാര്യം കണ്ടത്, ദേവിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാജാവിൻ്റെ തേരിൻ്റെ ചക്രത്തിൻ്റെ ആണി, നടുവിലുള്ള ആണി ഊരിപ്പോവുകയാണ്. ആ സമയത്ത് അത് ഊരിപ്പോകുന്ന സമയത്ത് ഭർത്താവിനോട് ദാ ആണി ഊരിപ്പോയി എന്ന് പറഞ്ഞാൽ, പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രഥം എങ്ങാനും പെട്ടെന്ന് നിർത്തിയാൽ, സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയാൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങളെക്കുറിച്ചും ദേവി ബോധവതിയായിരുന്നു. അതുകൊണ്ട് അത് പറയാൻ ദേവിക്ക് പറ്റിയില്ല, തോന്നിയില്ല. ആ സമയത്ത് ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ നമ്മുടെ നോർമലായിട്ടുള്ള ബുദ്ധി വർക്ക് ചെയ്യില്ല. ആ സമയത്ത് എന്താണോ വർക്ക് ചെയ്യുന്നത് അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്.
നോർമലായിട്ടുള്ള ബുദ്ധി ആ സമയത്ത് വർക്ക് ചെയ്യില്ല. ഒരു ബസ് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന സമയത്ത് അതിൽ സഞ്ചരിക്കുന്നവരുടെ മനസ്സ് ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് നേരത്തേക്കാണെങ്കിലും നിശ്ചലമാകുന്നത് പോലെ, ബുദ്ധി നിശ്ചലമാകുന്നത് പോലെ കൈകേയിയുടെ ബുദ്ധിയും നിശ്ചലമായി. എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയം ഇല്ലായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്ത് ബുദ്ധി ഉണ്ടെങ്കിലും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുവോ അതാണ് ജീവിതത്തിൻ്റെ ജയാപജയങ്ങളെ തീരുമാനിക്കുന്നത്. ഇവിടെ ദേവി എന്ത് തീരുമാനിച്ചു? ഭർത്താവിനോട് പറയാൻ ദേവിക്ക് തോന്നിയില്ല. ദേവി എന്ത് ചെയ്തു? തൻ്റെ വിരലുകൾ ആ അണിയുടെ സ്ഥലത്ത് ആ രഥ ചക്രത്തിനിടയിലേക്ക് ഇട്ടുകൊടുത്തു. ഇത് കഥയാണ്. ഈ കഥ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല. എന്തിനാണിത് പറയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ വേണ്ടി യുക്തി കൊണ്ട് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്കെല്ലാം യുക്തി കൊണ്ടുള്ള വാദമാണ് ബുദ്ധി കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇത്രയും നേരമൊക്കെ വിരലുകൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ചക്രങ്ങൾക്കിടയിലിട്ടാൽ അത് ഇല്ലാണ്ടെയായി പോവില്ലേ, മുറിഞ്ഞു പോവില്ലേ, അറ്റുപോവില്ലേ? ഇത്രയൊക്കെ നേരം വിരലിടാൻ സാധിക്കുമോ? ഇനി അഥവാ ആ വിരലിട്ടാൽ അത് കൈയെടുക്കുമ്പം ആ വിരലുകൾ അവിടെ ഉണ്ടാകുമോ? കൈകേയിയുടെ എല്ലെന്താ ഉരുക്കുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. കഥയിൽ ചോദ്യമില്ല. കാരണം കഥ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. കഥകളിലൂടെ സാമാന്യ യുക്തിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കഥകൾ. അതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല. യുദ്ധത്തിൽ നേമി ചക്രവർത്തി വിജയിച്ചു. ദേവസദസ്സിൽ അദ്ദേഹം സമ്മാനിതനായി, ബഹുമാനിതനായി. അദ്ദേഹത്തിന് ദേവസദസ്സിൽ അന്ന് കിട്ടിയ ഒരു അവാർഡാണ്. ആ അവാർഡിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ അറിയുന്നത്, ദശരഥൻ. അതൊരു അവാർഡാണ്, അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ കിട്ടിയതാണ്. മുമ്പ് നിറഞ്ഞു നിൽക്കുന്ന ദേവസദസ്സിൽ 33 മുക്കോടി ദേവീദേവന്മാരുടെ സദസ്സാണ്. ആ സദസ്സിൽ ബഹുമാനിതനായി തൻ്റെ പുതിയ ഭർത്താവ് എന്ന് കണ്ടപ്പോൾ ദേവി തൻ്റെ കയ്യിലെ വേദനയൊക്കെ മറന്നു. ദേവിക്ക് വലിയ സന്തോഷമായി. ആർക്കായാലും അങ്ങനെയാണ്. അപ്പോൾ ഈ അവാർഡുമൊക്കെ പിടിച്ച് താഴോട്ടിറങ്ങി വരികയാണ്. സന്തോഷത്തോടുകൂടി താഴോട്ടിറങ്ങി വരുന്ന രാജാവ് കാണുന്നത് ചോരയൊലിപ്പിച്ച കൈയുമായി നിൽക്കുന്ന കൈകേയിയാണ്. ഈ സന്തോഷമെല്ലാം ഇല്ലാണ്ടായി. ഏതുപോലെ പുതിയ പേനയുടെ ക്യാപ്പിൻ്റെ ഒരറ്റം അടർന്നു പോയാൽ നമുക്ക് കുറച്ചു ദിവസത്തേക്കെങ്കിലും ദുഃഖമുണ്ടാകുന്നത് പോലെ, പുതിയ പേനയുടെ ക്യാപ്പിൻ്റെ അറ്റം അടർന്നു പോയാലേ ഈ ദുഃഖം ഉണ്ടാവുള്ളൂ. പഴയ പേന നടുവേ പിളർന്നു പോയാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. അതേപോലെ തൻ്റെ പുതിയ ഭാര്യയുടെ കൈകളിലൂടെ വിരലുകളിലൂടെ ചോര ഒലിച്ച് നിൽക്കുന്നത് കണ്ടപ്പം രാജാവിന് ഈ കിട്ടിയ അവാർഡിൻ്റെ സന്തോഷമൊക്കെ പോയി. രാജാവ് ചോദിച്ചു, എന്താ ദേവി ഈ സംഭവിച്ചത്? നടന്നതെല്ലാം കൈകേയി മറച്ചു വയ്ക്കാതെ പറഞ്ഞു. ഇത് കേട്ടപ്പം രാജാവിന് വലിയ സന്തോഷവുമായി, വാസ്തവത്തിൽ കൈകേയിയോട് ബഹുമാനവുമായി. ധീര വനിതയായിരിക്കണം കൈകേയി, അല്ലെങ്കിൽ ഇത് ചെയ്യില്ല. സാധാരണ ഒരു സ്ത്രീ അത് ചെയ്യില്ല. അപ്പോൾ സന്തോഷം വന്നാൽ എന്താ ചെയ്യുക? സന്തോഷം വന്നാൽ നമ്മുടെ ദേവന്മാരും ദേവിമാരും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. സന്തോഷം വന്നാൽ കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിന് പണ്ട് വിളിച്ചിരുന്ന പേര് വരം എന്നാണ്. അപ്പോൾ രാജാവിന് സന്തോഷമായിട്ട് രാജാവ് കൈകേയിയോട് പറഞ്ഞു, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ ദേവി, 2 വരം ചോദിച്ചോളൂ. എണ്ണിച്ചുട്ടപ്പം പോലെയാ പണ്ട് ചോദിക്കുക. ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോളൂ എന്ന് പറയാറില്ല. എന്താ കാര്യം വെച്ചാൽ എന്താ എത്രയാ ചോദിക്കുക എന്ന് ആർക്കും അറിയാൻ വയ്യാത്തത് കൊണ്ട് അത് പറയാറില്ല. കൃത്യമായ അളവാണ്. 1, 2, മാക്സിമം 3. അതിൽ കൂടുതൽ വരങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചത് 2 വരങ്ങളാണ്. പക്ഷേ തൻ്റെ ഭർത്താവ്, പുതിയ ഭർത്താവ് സമ്മാനിതനായി നിൽക്കുന്നത് കാണുകയും താൻ ചെയ്ത പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുകയും ചെയ്യുന്ന ഒരു സതീരത്നത്തിന് വേറെ ഒന്നും ജീവിതത്തിൽ അതിനേക്കാൾ വലുതായിട്ടുണ്ടാവുകയില്ല. സമ്മാനിതനായി നിൽക്കുന്ന, ബഹുമാനിതനായി നിൽക്കുന്ന ഭർത്താവ് തന്നെ പ്രശംസിച്ച് ആദരിച്ച് അഭിനന്ദിച്ച് ഒരർത്ഥത്തിൽ ആരാധിച്ചും തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് കൈകേയി പറഞ്ഞു ഒന്നും വേണ്ടാന്ന്. പക്ഷേ ഇന്ത്യക്കാർക്കൊരു കുഴപ്പമുണ്ട്.
ദശരഥൻ ഒരു ഇന്ത്യക്കാരനായിരുന്നു എന്നും കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്ത്യക്കാർക്കൊരു കുഴപ്പമുണ്ട്, വേണ്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, പിന്നെയും ഒന്നും കൂടി പ്രസ് ചെയ്യും, എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നേ, അല്ല വേണ്ട അത് പറ്റില്ല. മതി. ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പം, നമ്മൾ വീടുകളിലൊക്കെ പോകുമ്പം, വീടുകളിൽ ഊണ് കഴിക്കാനിരിക്കുമ്പം നമുക്ക് മതിയാകുമ്പം നമ്മൾ നിർത്തും. കാരണം നമ്മുടെ വിശപ്പ് നമുക്കല്ലേ അറിയാം. എത്ര നല്ല വിഭവങ്ങളായിക്കൊള്ളട്ടെ, നമുക്ക് മതിയായാൽ നമ്മൾ നിർത്തും. നമ്മൾ നിർത്തുന്ന സമയത്ത് ആതിഥേയൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കുറച്ചും കൂടി അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മൾ മതിയാക്കി, നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമ്മളെ കൊണ്ട് ആഹാരം കഴിപ്പിക്കും. കുറച്ചു കാലം ഇത് ശീലമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീടുകളിൽ പോകുമ്പം ആഹാരം മതിയാകുന്നതിന് മുമ്പ് നമ്മൾ നിർത്തും. കാരണം നമുക്കറിയാം, നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരും 2 ചട്ടകം ചോറും കൂടി നമ്മളെ പ്ലേറ്റിലിടാൻ. അപ്പം നമ്മൾ പറയും മതി എന്ന് പറയും, വീട്ടുകാരെ പറയും എന്നാലും എന്ന് പറയുമ്പോൾ നമ്മൾ 2 ചട്ടകം കൂടി കഴിക്കും. അതുകൊണ്ട് വിദേശത്തൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, ഈസ് ഇറ്റ് ആൻ ഇന്ത്യൻ നോ ഓർ ആൻ യൂറോപ്യൻ നോ എന്ന്. യൂറോപ്യൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോ എന്നാണ് അതിനർത്ഥം. ഇന്ത്യൻ നോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആവാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതേപോലെ ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട്, വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെയും പിടിപ്പിക്കാൻ നോക്കും. ഇപ്പോൾ ഇവിടെ കൈകേകി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നേമി ചക്രവർത്തിക്ക് ദശരഥന് വാശിയല്ല, ദശരഥൻ പിന്നെ ചോദിച്ചു എന്തെങ്കിലും എന്നാലും ഒരു 2 കാര്യം, 2 ചോദിക്കാൻ പറഞ്ഞുള്ളൂ, അധികം ഒന്നും ചോദിക്കാൻ പറഞ്ഞില്ലല്ലോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവിക്ക് അപ്പോൾ ഒന്നും വേണ്ട. സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത്, സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് പുതിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സന്തോഷം കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്തെങ്കിലും വേണ്ടതായിട്ടൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല. അപ്പം അതേപോലെ തന്നെ കൈകേകിക്ക് ഒന്നും വേണ്ട. പക്ഷെ ഇതിങ്ങനെ എന്തെങ്കിലും ചോദിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞു കേട്ടപ്പം ദേവി പറഞ്ഞു, എന്നാൽ പിന്നെ ചോദിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. സമ്മതിച്ചു. പിന്നെ എപ്പോഴാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പോൾ ചോദിച്ചാൽ മതി. അവിടെയാണ് ദശരഥൻ എന്ന മഹാബുദ്ധിശാലി കാണിച്ച ഒരു ചെറിയ പെശക്. ഈ 2 വരങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം ഒരു ടൈം ലിമിറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ രാമായണത്തിലെ ട്വിസ്റ്റ് മന്ധരകൾ വന്ന് പറയുമ്പോൾ കൈകേയിയിൽ ഉണരുന്ന മമത്വം കാരണമുള്ള ഒരു ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. ദശരഥ മഹാരാജാവ് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, 6 മാസത്തിനകം ചോദിക്കണം, 1 വർഷത്തിനകം ചോദിക്കണം എന്നും മറ്റും പറഞ്ഞിരുന്നെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ ആക്കിയിരുന്നുവെങ്കിൽ ഈ കുഴപ്പമുണ്ടാവുന്നില്ല. അൺലിമിറ്റഡ് ഇൻഡെഫിനിറ്റ് ടൈം ഓഫർ ആക്കിയതാണ് ഈ പ്രശ്നമുണ്ടായത്. ഈ കഥാഭാഗത്തിലൂടെ മഹർഷി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യണം. കൂടി വന്നാൽ അത് ഏറ്റവും അടുത്ത സമയത്ത് ചെയ്യണം. വല്ലാതെ നീട്ടിക്കൊണ്ടുപോയാൽ, ഇപ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോയാൽ അത് പിൽക്കാലത്ത് അപായത്തിന് കാരണമാക്കും എന്നും നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ടും നമുക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. എങ്ങനെയാ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് വായിക്കുന്നവരുടെയൊക്കെ ജീവിതം നോക്കിയാൽ ചെയ്യേണ്ടതെല്ലാം അതത് സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം കാരണമാണ് ആ ചോദ്യമാണ് നമ്മളെ ആ നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പം ചെയ്യേണ്ടത്, ഇന്ന് ചോദിക്കേണ്ടത് ഇന്നോ നാളെയോ ചോദിക്കാതെ ഇനിയൊരു നാളിലേക്ക് മാറ്റിവെച്ചതാണ് പ്രശ്നമായത്. കാലചക്രം ഉരുണ്ടു. ദശരഥ മഹാരാജാവ് ഒന്നുകൂടി വിവാഹം കഴിച്ചു. 3 ഭാര്യമാർ, അതിൽ 4 പുത്രന്മാരുണ്ടായി. ഈ 4 പുത്രന്മാരെ ഒരേപോലെ കാണേണ്ടിയിരുന്ന മഹാരാജാവിന് മൂത്ത പുത്രനായ ശ്രീരാമചന്ദ്രനോടായിരുന്നു കൂടുതൽ മമത്വം. ശ്രീരാമചന്ദ്രനോടുള്ള മമത്വം എപ്പോഴാണ് പ്രകടമാകുന്നത്? ഒരിക്കൽ വിശ്വാമിത്രൻ അയോധ്യയിൽ വന്ന് തൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ ശ്രീരാമചന്ദ്രനെ വിട്ടുതരണം എന്ന് അപേക്ഷിക്കുന്നു. മഹാരാജാവ് അപ്പോൾ വിശ്വാമിത്രനോട് പറഞ്ഞത്, ശ്രീരാമചന്ദ്രൻ ബാലനല്ലേ, കുഞ്ഞല്ലേ, അവൻ വേണോ? ഞാൻ വരാം. എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ?
ഞാൻ 10 ദിക്കുകളിലും ഒരേപോലെ നിന്ന് യുദ്ധം ചെയ്യുവാൻ പ്രാവീണ്യമുള്ള ആളാണ്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്നാൽ പോരെ? വിശ്വാമിത്രന് അത് ഒട്ടും ഇഷ്ടമായില്ല. വിശ്വാമിത്രന് ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ദേഷ്യം വരാൻ തുടങ്ങി. വിശ്വാമിത്രന് ദേഷ്യം വന്നാൽ, മഹർഷിമാർക്ക് ദേഷ്യം വന്നാൽ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ചെയ്യുന്നത് തന്നെ അവരും ചെയ്യുക. നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ പ്രാകും. മഹർഷിമാരും അങ്ങനെ തന്നെയാണ്, അവർ പ്രാകും. അവരുടെ പ്രാക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശാപം. മഹർഷീശ്വരൻ ഇദ്ദേഹം ശപിക്കാൻ തീരുമാനിച്ചു. ശപിക്കുമെന്നുള്ള ഘട്ടമായപ്പോഴത്തേക്കും വസിഷ്ഠൻ ഇടപെട്ടു. വസിഷ്ഠ മഹർഷി രാജഗുരുവാണ്. അദ്ദേഹം ഇടപെട്ടു. രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്രൻ്റെ കൂടെ വിട്ടു. തപോവിഘ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കി തിരിച്ചു വരുന്ന വഴിക്ക്, തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന വഴിക്ക് വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെയും കൊണ്ട്, ലക്ഷ്മണനോടൊപ്പം ശ്രീരാമചന്ദ്രനെയും കൊണ്ട് മിഥിലാപുരിയിലേക്ക്. അവിടെ ജനക മഹാരാജാവിൻ്റെ മകളായ ജാനകിയുടെ സ്വയംവരം നടക്കാൻ പോവുകയാണ്. ആ സ്വയംവരത്തിൽ പങ്കെടുത്ത് ജാനകിയെ വിവാഹം കഴിച്ച് ജാനകിയുമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നത്. വിവാഹപ്രായമായ മകനെ പറ്റിയിട്ടാണ് ദശരഥൻ പറഞ്ഞത് അവൻ കുഞ്ഞല്ലേ എന്ന്. ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇടയിൽ ഇതേപോലത്തെ ദശരഥന്മാർ. മക്കൾ എത്ര പ്രായമായി കഴിഞ്ഞാലും കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനമ്മമാർ, മക്കളുടെ വളർച്ചയെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത, മക്കളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ദശരഥന്മാർ ഏതോ ഒരു കാലഘട്ടത്തിൽ ഉള്ളവർ മാത്രമല്ല, ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നും കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ പുരാണ ഇതിഹാസങ്ങളുടെ ആനുകാലിക പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുക. അങ്ങനെ ദശരഥന് ഈ ശ്രീരാമചന്ദ്രനോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട്, കുറച്ച് കൂടുതൽ. 4 മക്കളെയും ഒരേപോലെയാണ് കാണേണ്ടതെങ്കിലും അങ്ങനെ അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രസ്വാമിയോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. രാജസദസ്, അയോധ്യയിലെ രാജസദസ് ഏകകണ്ഠമായി ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് വാഴിക്കാൻ തീരുമാനിച്ചു. അത് മഹാരാജാവിൻ്റെ മാത്രം അഭിപ്രായമല്ല, ദശരഥൻ്റെ മാത്രം അഭിപ്രായമല്ല. യുവരാജാവായിട്ട് ശ്രീരാമചന്ദ്രനെ വാഴിക്കുക എന്നുള്ളത് ആ നാട്ടിലെ രാജസദസ്സിൻ്റെ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനമാണ്. ഇന്നത്തേതിലും കൂടുതൽ ജനാധിപത്യമുണ്ടായിരുന്ന കാലമാണെന്ന്. രാജാക്കന്മാരുടേതായിരുന്നു ഭരണമെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുക അറിവുള്ളവരുടെ സദസ്സുമായിട്ട് ആലോചിച്ച് ആ സദസ്സിലെടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും രാജാവ് തൻ്റെ തീരുമാനങ്ങളായിട്ട് പ്രഖ്യാപിക്കാറ് പതിവ്. അതുകൊണ്ട് രാജസദസ്സിൻ്റെ ആ തീരുമാനം എല്ലാവരെയും സന്തോഷിപ്പിച്ചു. കൈകേയിയോട് ഈ വിവരം വന്ന് പറയുന്നത് മന്ധര എന്ന കൈകേയിയുടെ ദാസിയാണ്. ഈ വിവരം കേട്ട ഉടനെ സന്തോഷവതിയായ കൈകേയി തൻ്റെ കഴുത്തിലണിഞ്ഞിരുന്ന ഒരു മാലയെടുത്ത് മന്ധരയ്ക്ക് കൊടുത്തു. മന്ധര അത് വാങ്ങിയില്ല, വാങ്ങാൻ വിസമ്മതിച്ചു. മന്ധര ചോദിച്ചു, ഇതിലെന്താ ഇപ്പം ഇത്ര സന്തോഷിക്കാനുള്ളത്? മന്ധരയുടെ വാക്കുകൾ, അതിനുശേഷം മന്ധര പറഞ്ഞ വാക്കുകൾ കൈകേയിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കൈകേയി പുത്രനോട്, കൈകേയിയുടെ പുത്രൻ ഭരതനോടുള്ള മമത്വത്തെ ഉണർത്തി. ദേവിയുടെ മനസ്സിൽ ആ മമത്വം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അത് ഉണരില്ല, ഇല്ലാത്തത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ മന്ധരയുടെ വാക്കുകൾ ഉണർത്തിയ മമത തൻ്റെ മകന് രാജ്യം വേണമെന്നുള്ള ചിന്തയുണ്ടാക്കിച്ചു. ആ ചിന്ത പണ്ട് തനിക്ക് രാജാവ് തരാമെന്ന് പറഞ്ഞ 2 വരങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മ പുതുക്കി. ദേവി ദുഃഖമനുഭവിച്ച്, അഭിനയിച്ച് ദുഃഖമനുഭവിച്ച് ദുഃഖഗ്രഹത്തിൽ, പണ്ട് കരയാനൊരു മുറിയുണ്ടായിരുന്നു, ദുഃഖഗ്രഹത്തിൽ പ്രവേശിച്ചു. രാജ്ഞി തൻ്റെ ഭാര്യ ദുഃഖഗ്രഹത്തിൽ പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് ഓടിയെത്തി. കാരണം ഈ 3 ഭാര്യമാരിലും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം കൈകേയിയോടാണ്. കാരണം തൻ്റെ ജീവൻ രക്ഷിക്കാൻ കാരണമായത് ഈ കൈകേയിയുടെ ധീരമായ പ്രവൃത്തിയാണ്. അപ്പം അതിൻ്റെ ഒരു നന്ദി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. കൈകേയിയോട് ചോദിച്ചു, എന്തിനായി ദുഃഖിച്ചിരിക്കുന്നത്? എനിക്ക് പണ്ട് തരാമെന്ന് പറഞ്ഞ 2 വരം ഇപ്പം തരൂ, ഓർമ്മയുണ്ടോ അതിനെപ്പറ്റി? അതെന്തൊരു ചോദ്യാ ദേവി? അത് അന്ന് തരാമെന്ന് പറഞ്ഞതാണ്, അതിപ്പോഴും വാലിഡാണ്, ഓഫർ ലാപ്സ് ചെയ്ത് പോയിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചോളൂ, തരാം. ഉറപ്പാണേ? ഉറപ്പാണ്. എന്ത് ചോദിച്ചാലും തരുമോ? എന്ത് ചോദിച്ചാലും തരും. എൻ്റെ ജീവൻ അടക്കമുള്ളത് എന്ത് ചോദിച്ചാലും തരും. രാജ്ഞി ചോദിച്ചു, 1, എൻ്റെ പുത്രനെ ഭരതനെ രാജാവാക്കണം, യുവരാജാവായിട്ട് അഭിഷിക്തനാക്കണം.
മഹാരാജാവിൻ്റെ മനസ്സിൽ ലഡ്ഡു ഒന്നുമല്ല പൊട്ടിയത്. മഹാരാജാവിൻ്റെ മനസ്സിൽ ഒരു 8 നിലയുള്ള അമിട്ട് ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാകണം. മഹാരാജാവ് സ്തബ്ധനായി നിന്നു. രണ്ടാമത്തെ വരം, ശ്രീരാമചന്ദ്രനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം. രണ്ടാമത്തെ അമിട്ടും പൊട്ടിക്കാണണം. ഈ പൊട്ടൽ കാരണമായിരിക്കണം അദ്ദേഹം പിന്നെ ഹൃദയം പൊട്ടി മരിക്കുന്നതും. ഒരല്പം ദശരഥൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ 4 പുത്രന്മാരെയും അദ്ദേഹത്തിന് അറിയണമായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലാണ് വളർന്നത്. ശ്രീരാമചന്ദ്രൻ്റെ സഹോദരന്മാർക്കുള്ള ആദരവും ആരാധനയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഇദ്ദേഹം തിരിച്ചറിയണമായിരുന്നു. ഭരതൻ ഒരിക്കലും തൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് യുവരാജസ്ഥാനം പിടിച്ചെടുക്കുകയില്ല എന്ന് ഈ അച്ഛന് അറിയണമായിരുന്നു. പക്ഷെ ആ അച്ഛൻ ഒന്ന് ആലോചിച്ചില്ല. മമത, തൻ്റെ പുത്രനോടുള്ള മമത, തൻ്റെ ഭാര്യയോടുള്ള മമത അദ്ദേഹത്തിൻ്റെ സാമാന്യ ബുദ്ധിയെ രാഹുചന്ദ്രനെ എന്നോണം ഗ്രസിച്ചു. ബുദ്ധി തിളങ്ങിയില്ല. അദ്ദേഹം ഒന്നുകൂടി ആലോചിച്ചിരുന്നെങ്കിൽ 14 വർഷത്തിന് ശേഷം തിരിച്ചു വരാം. കൊല്ലാനൊന്നുമല്ല പറഞ്ഞത്. 14 വർഷത്തിന് ശേഷം തിരിച്ചു വന്നാൽ അപ്പോഴും സഹോദരനായ ഭരതൻ രാജ്യം വിട്ടുകൊടുക്കാൻ തയ്യാറാകും. ദുഃഖമുണ്ടാകും. പക്ഷെ ആ ദുഃഖം മരണത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള ദുഃഖം ആയിരുന്നില്ല. പക്ഷെ അത് മരണത്തിലേക്ക് നയിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ്? തൻ്റെ പുത്രനായ 4 പുത്രന്മാരിൽ മൂത്ത പുത്രനായ ശ്രീരാമചന്ദ്രനോടുള്ള കൂടുതൽ മമത്വം, ഇഷ്ടം, തൻ്റെ 3 ഭാര്യമാരിൽ കൈകേയിയോടുള്ള കൂടുതൽ മമത്വം. ഈ മമത്വം കാരണം എന്തൊക്കെ സംഭവിച്ചു? മഹാരാജാവിന് തൻ്റെ ഭാര്യയോടും മകനോടുമുള്ള മമത്വം കാരണം, കൈകേയിക്ക് തൻ്റെ പുത്രനോടുള്ള മമത്വം കാരണം എന്ത് സംഭവിച്ചു? ഒരു രാജ്യത്തിന് രാജാവ് നഷ്ടപ്പെട്ടു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു. ഒരു ഭാര്യയ്ക്കല്ല, 3 ഭാര്യമാർക്ക് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു. 4 പുത്രന്മാർക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു. മമത്വം കാരണം ഉണ്ടായ വിനാശമാണ്. ഒരു വ്യക്തിയുടെ മമത്വം കാരണം ഒരുപാട് വ്യക്തികൾക്കും ഒരു രാജ്യത്തിനും തന്നെ വിനാശകരമായതുണ്ടാകാം എന്ന് മഹർഷി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മമതയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. മമത വിനാശകരമാണ്. എന്നാൽ മമതാ ത്യാഗമോ? അതും രാമായണത്തിൽ തന്നെ നമുക്ക് കാണാം. വത്കലധാരിണിയായി ശ്രീരാമചന്ദ്രനോടൊപ്പം സർവാഭരണങ്ങളും കൊട്ടാരത്തിൽ അഴിച്ചു വെച്ച് സീതാദേവി യാത്ര ചെയ്യുന്നു. സീതാദേവിക്ക് സ്വർണത്തിനോട് ഭ്രമമുണ്ട് എന്ന് അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ തിരിച്ചറിയുന്നതുകൊണ്ട് കാട്ടിൽ വെച്ച് അത്രിയുടെ ആശ്രമത്തിൽ അതിഥികളായി ചെന്ന ഇവരിൽ സീതയ്ക്ക് അനസൂയ സർവാഭരണങ്ങളും പ്രദാനം ചെയ്യുകയും സർവാഭരണങ്ങളും ധരിക്കുവാനുള്ള ന്യായം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. നമുക്ക് സീതാദേവിക്ക് സ്വർണത്തോടുള്ള ഭ്രമം മനസ്സിലാകുന്നത് മായാമാരീചൻ സ്വർണമാനായിട്ട് വരുമ്പോഴാണ്. മായാമാരീചൻ സ്വർണമാനായിട്ട് വരുമ്പോഴാണ് സീതയ്ക്ക് സ്വർണത്തോടുള്ള മമത്വം നമുക്ക് ബോധ്യമാകുന്നത്. ആ മമത്വം കാരണം എന്ത് സംഭവിച്ചു? സ്വർണമാൻ എന്ന് പറയുന്ന ഒന്നുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ശ്രീരാമചന്ദ്രന്റെ വാക്കുകളെ സീതാദേവി കേട്ടില്ല. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. പരസ്യങ്ങളിലൂടെ കാണുന്ന സ്വർണമാനുകളെ കൈക്കലാക്കി തരാൻ പരിശ്രമിക്കണം എന്ന് ഭർത്താക്കന്മാരോട് പറയുമ്പോഴെല്ലാം ആധുനിക ശ്രീരാമചന്ദ്രന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും, അതൊക്കെ ഇല്ലാത്ത സാധനങ്ങളാണ്, ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്, വേണ്ടാത്ത സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും ഭാര്യമാർ അന്നും ഇന്നും കേൾക്കാറില്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. ശ്രീരാമചന്ദ്രനും തൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ കേൾക്കാൻ ബാധ്യസ്ഥനായി അദ്ദേഹം സ്വർണമാനിനെ പിടിക്കാൻ പോയ ആ സമയത്ത് നമുക്ക് ആ കഥയൊക്കെ അറിയാം. ശ്രീ ലക്ഷ്മണസ്വാമിക്കും അവിടുന്ന് പോകേണ്ടി വന്നു. ആ തക്ക നോക്കി ദശമുഖനായ രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടുപോവുകയാണ്. കട്ടുകൊണ്ട് ആകാശത്തിൽ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ
യാത്രാമധ്യേ ദേവിയിൽ മനംമാറ്റമുണ്ടാകുന്നതുകൊണ്ട് സർവാഭരണങ്ങളും ദേവി ഊരി തൻ്റെ വസ്ത്രാഞ്ചലത്തിൻ്റെ ഒരു ഭാഗത്തിൽ കെട്ടി, ഒരു തുടിക്കഷ്ണം തൻ്റെ ഒരു കഷ്ണം ഒരു താൻ ഉടുത്തിരിക്കുന്ന വത്കലത്തിൽ നിന്നൊരു കഷ്ണം അടർത്തി മാറ്റി അതിൽ പൊതിഞ്ഞ് അത് താഴേക്കിട്ടു. ആ പരിത്യാഗമാണ്, മമതാപരിത്യാഗമാണ്, സ്വർണത്തോടുള്ള മമതാപരിത്യാഗമാണ് പിൽക്കാലത്ത് ദേവിയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. ആ പൊതി കിട്ടിയതിന് ശേഷമാണ് ദേവി പോയത് ഇന്ന ദിക്കിലേക്കാണ് എന്ന് മനസ്സിലായതും ദേവി ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിഞ്ഞതും ദേവിയെ രക്ഷിക്കാൻ കാരണമായതും. മമതാ ത്യാഗം രക്ഷാകരം, മമത വിനാശകരം.